ശരിക്കും നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദൈവമാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. സത്യമല്ലേ? സ്തോത്രം. എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കത്തക്കവണ്ണം നൽകി തന്ന ദൈവ സാന്നിധ്യത്തെ നാം എത്രമാത്രം തിരിച്ചറിഞ്ഞാണ് ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യസ്ഥനെ. അപ്പം 3.5 വർഷക്കാലം ശിഷ്യന്മാരുടെ കൂടെ നടന്നപ്പോൾ കാര്യസ്ഥനായിട്ട് ആരാ ഉണ്ടായിരുന്നത്? യേശുവായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അനദർ കംഫർട്ടർ. 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ യേശുവിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച എത്രയോ ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. ആശ്വാസം നഷ്ടപ്പെട്ടവർ. ഹല്ലേലൂയ. തലമുറയോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, രോഗത്തോടുള്ള ബന്ധത്തിൽ, സ്തോത്രം, മരണത്തോടുള്ള ബന്ധത്തിൽ, സ്തോത്രം. സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ മുന്നിലെല്ലാം കരഞ്ഞും പേടിച്ചും ഭയപ്പെട്ടും, സ്തോത്രം, നിലവിളിച്ചും നിന്നവരെ ഇറങ്ങി വന്ന് സാന്നിധ്യം കൊടുത്ത് ആശ്വസിപ്പിച്ച 3.5 വർഷക്കാലത്തെ യേശുവിൻ്റെ ശുശ്രൂഷയെ ആധാരമാക്കിക്കൊണ്ട് യേശു പറയുകയാണ്, എന്നെ പോലെ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറച്ച് കാണരുത്. ശിഷ്യന്മാർ 3.5 വർഷക്കാലം അനുഭവിച്ച അതേ സാന്നിധ്യം അനുഭവിക്കത്തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെയാ. സ്തോത്രം. എന്നെ വിട്ടു പിരിയാത്ത സാന്നിധ്യമാണ് ആ സാന്നിധ്യം. ദൈവമേ, ഇതിനെ തിരിച്ചറിയ. ആ സാന്നിധ്യം എന്നെ വിട്ടു മാറത്തില്ല, ആ സാന്നിധ്യം എന്നെ വിട്ടു പിരിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ പേര് മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ അനദർ കംഫർട്ടർ. വേറൊരു വെർഷനിൽ പറയുന്നത് കൗൺസിലർ എന്ന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്നെ കൗൺസിൽ ചെയ്യാൻ. കാരണം എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക്, സ്തോത്രം, ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്തോത്രം. ജീവിതത്തിൽ അതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോന്നോരോന്ന് അതിനെ മനസ്സിലാക്കി തന്ന്, സ്തോത്രം, അത് ഉൾക്കൊള്ളത്തക്കവണ്ണം എന്നെ നിങ്ങളെ പ്രാപ്തയാക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ആത്മാവ്, പരിശുദ്ധാത്മാവ്.